സാധന എന്നാച്ചേ? എന്താ പ്രശ്നം? എന്താ അവിടുന്ന് ബഹളം കേട്ടായിരുന്നത്? എന്നമ്മ നീങ്ക இங்க ரெண்டு பேர் இருக்கு, നിങ്ങൾക്ക് பார்க்கலையா? இவ ரெண்டு பேரும் திருடுங்க. யாருன்னு தெரியாது. நீங்க எங்கிட்ட பேசாம போலീസെ கூப்பிடுங்க. നിനക്ക് ഞങ്ങളെ കണ്ടിട്ട് കൊള്ളം വരെ തോന്നൂടി. മിണ്ടാതിരിടാ. സാധനത്തിൽ ഞാനോ ദർശൻ. ஏடி அரலூசு, என்னடி சொல்ற? இவங்க என்னோட அண்ணன் பையங்க, எന്റെ ഏട്ടന്റെ മക്കളാ. നീ എന്തായി പറയുന്നേ? ഉങ്ക അണ്ണൻ പയ്യങ്ങളാ? ഇത്ര നാളെ നീ വഴിക്ക് കണ്ടില്ലല്ലോ. ഇപ്പൊ പിന്നെന്തിനാ അവര് വന്നിരിക്കുന്നത്? നിനക്കെന്താ? അവരെന്റെ ഏട്ടന്റെ മക്കളാ. എന്നെ അവർക്ക് ഇപ്പൊ കാണാൻ വരാൻ തോന്നി വന്നു. നീ ആ കാര്യം അന്വേഷിക്കാതെ പോയി ഫ്രഷ് ആവ്. പുറത്തൊക്കെ അവിടെ ഇവിടെയും തേണ്ടി തിരിഞ്ഞ് പോയി വന്നോളും. ചെല്ലടി പോ. ഉങ്ക അണ്ണൻ പയ്യ അവളെ നല്ലവനല്ല. മക്കളെ ക്ഷമിക്കണം കേട്ടോ, അവളെ കുറിച്ചൊന്നും തോന്നല്ലേ. ഇച്ചിരി പിരി ലൂസ് ഇളകിയതാ. ആരോട് എന്ത് പറയണം എന്നൊന്നും അവൾക്കറിയില്ല. മനസ്സിൽ തോന്നിയത് പറയും ചെയ്യും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാ അവള്. അവൾക്ക് നല്ല അട്ടിക്കിട്ടാത്തന്നെ കേടാ. മിണ്ടാതിരിക്കുക ദേവ. അതൊന്നും സാരില്ല ആൻറ്റി. സാധന നല്ലൊരു കുട്ടിയാ. അവൾ എന്തും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ലല്ലോ. അതൊരു നല്ല ക്യാരക്ടർ തന്നെയാ. എല്ലാരും കൊഞ്ചിച്ചും താളിച്ചും തല കെട്ടി വെച്ചേക്ക് ഇവിടെ. അതിന്റെ കേട് നല്ല ഉണ്ട് അവൾക്ക്. നിങ്ങളെന്തായാലും താഴത്തേക്ക് വാ. ഏട്ടൻ വന്നിട്ടുണ്ട്. ഫ്രഷ് ആവാൻ കയറിയേക്കാ. ഇപ്പൊ വരും. ഫുഡ് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. നിങ്ങളുടെ അച്ഛൻകിരിക്ക് ഇപ്പോഴും ഇവളോട് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചതാ. പക്ഷെ അദ്ദേഹം ഞങ്ങളെ അവോയ്ഡ് ചെയ്യാൻ ചെയ്തത്. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ വിസിറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നോണ്ടെന്ന് തോന്നരുത്. എന്തേട്ടാ നിങ്ങൾ സാധനയുടെ എന്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത്? അവരെന്തിനു വന്നാലെന്താ? എന്നെ കാണാൻ വന്നില്ല. ആൻറ്റി വന്നപ്പന്നെ പറയണമെന്ന് വിചാരിച്ചതാ. പിന്നെ ഇവനെ സമ്മതിക്കാതിരുന്നത്. ആ കരിമനൂർ ഭാഗത്ത് സെൻറ്ററിലായിട്ട് ആൻറ്റിക്ക് കുറച്ച് സ്ഥലമല്ലേ? അത് ഞങ്ങൾ കുറേ നാളെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഹോസ്പിറ്റലിൽ പണിയാൻ വേണ്ടിയിട്ടാ. ഇപ്പോഴും അച്ഛൻ പറഞ്ഞത് അത് ആൻറ്റിയുടെ പേരില. ആൻറ്റിയുടെ സമ്മതം ഉണ്ടെങ്കിലേ അതെന്തും ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അതിനാണ് ഞങ്ങൾ വന്നത്. അമ്മ എതുക്കാരേ? ഞാൻ മുന്നാടിയെ சொன்னதானே. അവരവരുടെ കാര്യം നടത്താൻ വേണ്ടിയിട്ടാ വന്നത്, അല്ലാതെ അമ്മോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല. അമ്മക്ക് അറിയാതിരിക്കുന്നുണ്ടോ? നിനക്കൊന്നും അറിയില്ല സാധന. എൻ്റെ ഏട്ടന് എന്നോട് സ്നേഹമുണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സ്ഥലത്ത് ഏട്ടന് എന്നോട് ചോദിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ എനിക്കും ഉണ്ട്. എന്നിട്ടും ഏട്ടൻ ഈ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയുണ്ട്, സുഖമായിരിക്കണമെന്ന് അറിയാൻ വേണ്ടി മാത്രം. ഏട്ടാ, നമ്മുടെ അച്ഛൻ കൊള്ളാലോടാ ദേവ. നമ്മളെ നൈസായിട്ട് ഇങ്ങ് പറഞ്ഞു വിട്ട് അനിയത്തി എങ്ങനെ ഇരിക്കുമെന്ന് അറിയാം. ഒരു ലവ്. ആൻറ്റിയുടെ അങ്കിളിൻ്റെ അഭിപ്രായം എന്താ? ഞങ്ങൾക്ക് ആ സ്ഥലത്ത് ഒരു ഹോസ്പിറ്റൽ പണിയെന്ന ആഗ്രഹം. എനിക്കിതിലൊന്നും അഭിപ്രായം പറയാനില്ല മക്കളെ. നീരജ് എന്താ തീരുമാനിക്കുന്നത് വെച്ചാൽ അതുപോലെ. ഇവൾ വെറും കൈയോടെ ഇറങ്ങി വന്ന് ഞാൻ അതുപോലെ തന്നെ സ്വീകരിച്ചതും. നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു നയ പൈസയോ വസ്തു ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് അത്യാവശ്യത്തിനുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നന്ദേട്ടൻ പറഞ്ഞതിന് എനിക്കും പറയാനുള്ളൂ മക്കളെ. ഒരു സ്ഥലവും പണവും ഒന്നും എനിക്ക് അവിടുന്ന് വേണ്ട. നന്ദേട്ടൻ എന്നെ പൊന്നുപോലെ നോക്കുന്നത്. അത്യാവശ്യത്തിനൊരു സ്വത്തും പണമൊക്കെ ഇവിടെ തന്നെയുണ്ട്. ആ സ്ഥലം ഞാൻ നിങ്ങളുടെ പേരിൽ എഴുതി തരാം. നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾ ഹോസ്പിറ്റൽ അതിൽ പണിതോളൂ. എനിക്കൊരു വിരോധവും ഇല്ല. രജിസ്ട്രേഷൻ എന്തായാലും നാട്ടിലേ പറ്റുള്ളൂ. ആൻറ്റി നാട്ടിലേക്ക് വരേണ്ടി വരും. ബുദ്ധിമുട്ടാവില്ലല്ലോ. എന്നാ വരണ്ടേ? ഡേറ്റ് പറഞ്ഞാൽ മതി. ഞാൻ ആ സമയത്ത് അവിടെ എത്തിക്കോളാം. പിന്നെ ഞാനും നാട്ടിലൊക്കെ വന്നിട്ട് കുറേ നാളായില്ലേ. അപ്പൊ ദേവ നമുക്ക് നാളത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യല്ലേ? കാര്യം കഴിഞ്ഞ് ഉടനെ തന്നെ പോവാൻ നിൽക്കുന്ന വേണ്ടല്ലേ? ആവശ്യത്തിന് മാത്രമേ എല്ലാവർക്കും ആവശ്യമുള്ളൂ ബന്ധങ്ങളൊക്കെ. എന്തിനാ മക്കളെ നാളെ തന്നെ പോകുന്നത്? 2 ദിവസം ഇവിടെ നിൽക്ക്. ദാ ഇവിടെ നിങ്ങൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും. ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി അഴിച്ചു പൊളിച്ചിട്ട് പോവും. ശരി അങ്ങളെ, എന്നാ അങ്ങനെ തന്നെ ചെയ്യാം. കാണാൻ നല്ല സ്ഥലോ അല്ല സാധന. ഈ പാടഭാഗത്തൊക്കെ ഈ നോക്കുത്തികൾ ഉണ്ടാവല്ലേ? ഈ കണ്ണ് പറ്റാതിരിക്കാനും സംതിങ് വേറെ എന്തിനൊക്കെ പറയുമല്ലോ. ആ അതുണ്ട് ഇവിടെ തന്നെ. പക്ഷെ അത് ഇത് എവിടെ വെച്ചിരിക്കുന്നേന്ന്. എന്തിനാ വേറെ നോക്കുത്തി അന്വേഷിക്കുന്നത്? നീ ഇവിടെ വന്നിരിക്കുന്നില്ലേ? ഇവിടത്തെ പരിസരത്തിനൊന്നും കണ്ണ് പറ്റത്തില്ല എന്തായാലും. പിന്നെ പക്ഷികളൊന്നും നിന്നെ കണ്ട ഈ ഭാഗത്തേക്ക് വരത്തുമില്ല. തന്നെ കണ്ടല്ല കണ്ണ് പറ്റാതിരിക്കുന്നത്. ഈ ഭൂമിക്ക് വേണ്ടി തന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് ഒരു ദോഷം സംഭവിക്കില്ല. താൻ ആരാന്ന് തന്റെ വിചാരം? സൽമാൻ ഖാനോ അതോ ഷാരൂഖ് ഖാനോ അതോ അമിതാഭ് ബച്ചനോ?
ഉണ്ടച്ചാലും മതി. ഉന്തി തടി നിൽക്കുന്ന രണ്ട് ഉണ്ടപ്പണ്ണും, ആ മുയലമ്പലം പോലത്തെ പല്ലും, ചകരിച്ചണ്ടി പോലത്തെ മുടിയും, തൻ്റെ ബോഡി കണ്ടാലും മതി. ഓക്കാനിക്കാൻ വരും. നിർത്തലും ഡേ സാറിനോ? നീ എന്നാ ഇവിടെ ചെയ്യുന്നേ? അശ്വിൻ ഹായ്. ദർശൻ ദർശൻ ദേവിന്റെ ഇവിടെ என்னடா நீ வீட்டுக்கு போகலையா? അവിടെ ഒന്നും சொல்லல. மாமி கிட்ட சொல்லிட்டா அவங்க அண்ணன் பையன் வந்திருக்கான்னு. நான் உன்னை பார்க்க தான் அங்கே வந்தேன். அம்மா சொன்னல, அவங்க தான் இவங்க. இவ ரெண்டு பேரும் பிரதர்ஸ். புரிஞ்சுதா? അയ്യോ അപ്പടിയാ ദർശ. അന്ന് ഞങ്ങൾ പറഞ്ഞ മനസ്സിൽ വെച്ചിട്ടൊന്നുമില്ലല്ലോ. അന്ന് പറയാറുന്നുണ്ട്. അപ്പോ അശ്വൻ, ഞാൻ ദേവിയുടെ ബ്രദറാണെന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഒക്കൗട്ട് ഫീൽ ആയേനെ. എന്തിനാ വെറുതെ? ദേവിയെക്കുറിച്ച് ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് ഞാൻ മുന്നേ കേൾക്കാറുള്ളതാ. അതുകൊണ്ട് എനിക്ക് ശീലമായി അത്. അത് ശരി. അപ്പൊ അപ്പോഴും അവളെന്നെ കുറ്റം പറഞ്ഞിരുന്നല്ലേ? നീ അതിൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അപ്പൊ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഇവൾക്കെതിരെ വേറെ കേസ് കൊടുത്താനെ. ഓ, താൻ അങ്ങ് പോയി കേസ് കൊടുക്കടോ. അപ്പൊ ഞാൻ തന്നെ അങ്ങ് കൊല്ലാൻ ശരിക്കും. എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കാം. കുറെ നേരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. മനസാക്ഷി ഇല്ലാത്ത ഒരുത്തൻ. തനിക്ക് സ്നേഹകരുണ എന്നൊന്നും പറയുന്നില്ലല്ലേ? പേപ്പേഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ എഴുതി ശരിയാക്കിയിട്ടുണ്ടല്ലോടാ. ഗിരിയേട്ടാ, ഗിരിയേട്ടത് വായിച്ചു നോക്കുന്നില്ലേ? ഗിരിയേട്ടൻ്റെ അഭിപ്രായം കൂടി ഇതിൽ വേണ്ടതല്ലേ? അത് വായിച്ചു നോക്കും. എനിക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയണ്ട. നിങ്ങളായിട്ടെല്ലാം ചെയ്താൽ മതി. ഇതിൽ എന്നെ ഉൾപ്പെടുത്തണ്ട. എനിക്ക് അവളെ കാണുന്നു അവളുടെ ശബ്ദം കേൾക്കുന്ന പോലും ഇഷ്ടമല്ല. കേൾക്കുന്നത് ഇഷ്ടമല്ല, കാണുന്നത് ഇഷ്ടമല്ല പറഞ്ഞ കാര്യാന്വേഷിക്കാൻ വേണ്ടി ഞങ്ങളിതിനെ വിട്ടത്. അച്ഛനും കൂടി അവകാശപ്പെട്ടില്ലേ ഈ സ്ഥലം? അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണല്ലോ ആൻറ്റി പറഞ്ഞത്. എന്നിട്ട് പിന്നെ ഞങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുക കാര്യം. എനിക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്കും അവകാശം ഉണ്ടല്ലോ. പിന്നെ ഞാൻ അവള് കേസിനും കൂട്ടത്തിനൊന്നും പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പിന്നെ നടക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇന്ന് വരയ്ക്കും ആരുടെ പേരിലെന്നല്ല സ്ഥലം. നാളെ കഴിഞ്ഞാൽ നമ്മുടെ പേരിലല്ലേ? നീ അത് ചിന്തിച്ചാൽ മതി. അവരിനി വരാതിരിക്കോ? അച്ഛൻ്റെ അനീതി ചതിക്കുന്നില്ലല്ലോ അല്ലേ? ഞങ്ങൾ ഉറപ്പിച്ച കല്യാണം ഇഷ്ടമല്ലാതെ കല്യാണത്തിന് തലേദിവസം കണ്ടവൻ്റെ കൂടെ ഓടിപ്പോയി അവളെ ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് എൻ്റെ അടുത്ത് തുറന്ന് പറയുന്നത്? ചതിക്കാം. അവർ പറഞ്ഞ ഡേറ്റും കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിപ്പോ ഇതുവരെയായിട്ടും അച്ഛൻ്റെ പെങ്ങളെ ഇവിടേക്കൊന്ന് വന്നു പോലുമില്ല. ഒന്ന് ഫോൺ വിളിച്ചിട്ടില്ല. ഇതെന്താ പറ്റിയത്? ചതിച്ചതാണോ അവര്? എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ? നീ ഒന്ന് വിളിച്ചു നോക്കിയോ അങ്ങോട്ട്? ഞാൻ വിളിച്ചു നോക്കിയിരുന്നു. ആരും ഫോൺ എടുക്കുന്നില്ല. ഇനി നീട്ടിക്കൊണ്ടേ ശരിയാവില്ല. പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അതിന് എന്തായാലും നമ്മൾ ചെന്നൈയിലേക്ക് പോയേ പറ്റുള്ളൂ. ദർശ, നീ പെട്ടി പാക്ക് ചെയ്തോ. ഞാൻ നാളെ തന്നെ ചെന്നൈക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തോളാം. ഏട്ടാ, ഗിരേട്ടന് തോന്നുന്നുണ്ടോ എൻ്റെ അനിയത്തി ചതിക്കുമെന്നുള്ളത്? അവർക്ക് സ്വത്ത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണോ ഏട്ടാ? അവൾക്ക് പണമൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് ആയിരുന്നെങ്കിൽ കല്യാണത്തിന് തലേദിവസം ഒളിച്ചിടുമ്പോൾ അവൾക്ക് മേടിച്ചു വെച്ച സ്വർണവും പണവും ഒക്കെ അവൾക്ക് കൊണ്ടുപോകാറുന്നല്ലേ? ഒന്നും അവൾ കൊണ്ടുപോയിട്ടില്ല. എന്തോ എൻ്റെ മനസ്സ് പറയുന്നു എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അവൾക്കെന്തോ പറ്റിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. പൂട്ടി കിടക്കുന്നു. தம்பிங்களா, நீங்க இங்க என்ன பண்றீங்க? இங்க யாருமே இல்லை. நான் உங்களை இங்க பார்க்கவே இல்லையே. நீங்க இவருடைய சொந்தக்காரங்களா? ആമാ ആമാ, സ്വന്തക്കാരൻ്റെ. അല്ല, ഇവിടെ എന്താ ആരും ഇല്ലാത്ത? ഇവരെല്ലാവരും ഇവിടെ പോയി? ഞങ്ങൾ കുറച്ചാൾ മുന്നേ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. அவங்க எல்லாரும் அவங்க தங்கச்சி வீட்டில் இருக்கீங்க. நந்தன் அண்ணனோட தங்கச்சி பையன் இருக்கல்ல, அஸ்வின். அந்த பையனுக்கும் ഞങ്ങളோட சாதன கொன்னுக்கும் கல்யாணம் ஆச்சு. அதனால தான் அவ எல்லாரும் அங்கே இருக்கீங்க. കല്യാണോ? ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കല്യാണത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് സ്ഥലം എഴുതി തരാൻ പറഞ്ഞിട്ട് ഇവിടെ കല്യാണം നടത്തിക്കൊണ്ടിരിക്കണം മോളുടെ.
അല്ല ഇവിടുന്ന് എങ്ങനെ പോകണ്ടേക്കാ വീട്ടിലേക്ക് അവരുടെ? இங்கிருந்து ஸ்ட்ரைட்டாக போங்கோ. அங்கிருந்து லெஃப்டில் செகண்ட் ரொம்ப அழகான ஒரு வீடு காணும். அதுதான் அவரோட வீடு. நீங்கள் போங்க, அங்கேயே இருக்கீங்க எல்லாரும். ரொம்ப நன்றி அக்கா. வாடா. தம்பிங்களா, நீங்கள் எப்படி இங்கே? വാങ്ങോ, ഉള്ള വാങ്ങോ. ആൻറ്റി, ഞങ്ങൾ വന്നത് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം. നന്ദനങ്ങളും നീരജ് ആൻറ്റിയും ഞങ്ങളൊന്ന് കോണ്ടാക്ട് പോലും ചെയ്തിട്ടില്ല. എന്താ അവരെവിടെ? വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ അറിയണം. അവർ ഞങ്ങളുടെ അടുത്ത് പറയുന്നതാണ് ഇന്ന ദിവസം വരാമെന്നുള്ളത്. നേരിട്ട് വന്നു പോലുമില്ല. എന്നെ ഫോണിലൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും ഫോൺ എടുക്കുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ സ്വിച്ച് ഓഫ് ആയി. എന്താ നടക്കുന്നത്? ഞങ്ങളൊന്ന് വിവരം അറിയിച്ചാൽ എന്താ? ആ സ്ഥലം തരാൻ താല്പര്യമില്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞാൽ പോരെ? எண்ணாவண்ணியை பற்றி அப்படி சொல்லாதீங்க. அவங்க இங்க இல்லை. മാമി എന്റെ അശ്വത് വന്നു. അവനിവിടെ കാണുന്നില്ലല്ലോ. എത്ര ദിവസമായി മാമി ആരോട് സംസാരിച്ചേ? മാമി ചോദിച്ചത് കേട്ടില്ലേ? അശ്വത് എവിടെ? അണ്ണ മോളെ, നീ എന്തിനാ അങ്ങോട്ട് വന്നേ? ആ, വന്ന് കിടക്ക്. ഇല്ല, എങ്ക പോയിരിക്കും. അവ ഇതുവരെയ്ക്കും വരலையே. അമ്മ, അപ്പ അമ്മ അവരാത് വന്നിച്ചാ? ഇவ்வளவு நாளாச்சு. மாமி, சானா, கண்ணு, செல்லம், எந்தரு, என்னாச்சு உனக்கு? സാധന, എന്ത് പറ്റി? സാധന എഴുന്നേക്ക്. സാധന, சானா, கண்ணு எழுந்துடுறா. கொஞ்சம் ஹெல்ப் பண்ணுங்க ப்ளீஸ். சானா, என் கண்ணு, என்னாச்சு உனக்கு? எழுந்துரு. സാധന എന്തിനാണ് അങ്ങനെ കരയുന്നേ? പിന്നെ ഇന്നിവിടെ കല്യാണം എന്നൊക്കെയല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇവിടെ ആരും കാണുന്നില്ല. പിന്നെ അങ്കിളും ആൻറ്റിയും മനുഷ്യനും അവർക്ക് എവിടെ പോയി? എന്തോ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ ദർശനും ദൈവം എന്താ ഇവിടെ? എന്തെങ്കിലും അത്യാവശ്യ കാര്യം വല്ലതുണ്ടോ? അതാണോ വന്നിട്ടുള്ളത്? അശ്വിൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞു. പക്ഷേ സാധനയെ കണ്ടിട്ട് ഒരു കല്യാണപ്പെണ്ണിൻ്റെ ലുക്ക് പോലും ഇല്ല. അവളാണെങ്കിൽ തല ചുറ്റി വീഴുകയും ചെയ്തു. ആകെ കരഞ്ഞ് ബഹളം വെക്കുകയായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അത് പറഞ്ഞിട്ട് പോവാൻ നോക്ക്. എനിക്ക് ഇവിടുത്തെ ഒരു കാര്യത്തിൽ ഏർപ്പെടാനോ അറിയാനോ താല്പര്യമില്ല അശ്വിൻ. നിങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ വന്നതല്ല ഞങ്ങള്. നിന്റെ മാമനും മാമി എവിടെ? അവരെ കാണാനാ. ഞങ്ങൾക്കൊരു വാക്ക് തന്നിട്ട് മുങ്ങിയതാണല്ലോ അവര്. ഇതുവരെയായിട്ട് അങ്ങോട്ട് കണ്ടില്ലല്ലോ. എനിക്ക് നിയമപരമായിട്ട് നീങ്ങാൻ അറിയാഞ്ഞിട്ടല്ല, എന്റെ അച്ഛനും കൂടി അവകാശപ്പെട്ട സ്ഥലം അത്. ദേവാ, ഇത് കോടതിയല്ല ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കാൻ വേണ്ടി. പിന്നെ നിങ്ങളുടെ ഒരു വാക്ക് മാമനും മാമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് പാലിച്ചിരിക്കും. പക്ഷെ അവരിപ്പം വരികയില്ല. അവർ വരുമ്പോ ഞാൻ പറയാം, നിങ്ങളെ വിളിച്ച് പറഞ്ഞോളാം. ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോകുന്നത് നല്ലത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇനി ഈ നാട്ടിലേക്ക് നിങ്ങൾ വരരുത്. அஸ்வின், வந்துட்டியா? எங்கடா போயிட்டு இருந்த? சாதனா உன்னதான் கேட்டுட்டு இருந்த. என்னடா நான் அவள்கிட்ட சொல்கிறேன், நீ எங்கே போனது கூட எனக்கு தெரியாது. വീണ്ടും அப்படியே ആയിடுச்சுடா. സാധന, അവൾക്ക് എന്ത് പ്രശ്നമില്ലല്ലോ അമ്മ? അവളിപ്പോ പരവായില്ലല്ലേ? எங்க அவ? பரவாயில்லடா, அவ தூங்கிட்டு இருக்கா. ஆனால் மயக்கம் தெளிஞ்சாலே அவள் இப்படி தான் பண்ணிட்டு இருக்கா. எனக்கு பயமாகுதுடா. அவள் எழுந்திரிச்சிட்டா. உன்னையும் அண்ணாவை அண்ணிடாடா கேட்டுட்டு இருக்கா. நான் என்னடா என் குழந்தைகிட்ட சொல்லுது? அவரை അമ്മ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കോ അമ്മ, പ്ലീസ് പോവാ. ഇനി എന്തിനാ കാത്തു നിൽക്കുന്നേ? അവന്റെ മാമനും മമ്മിയും വന്ന് അവൻ വിളിക്കാന്നല്ലേ പറഞ്ഞത്. പറ്റിക്കാത്ത ആൾക്കാരാത്ര. ഏത് വഴിക്കാ പോയെന്ന് കാണുന്നില്ല. സമാധാനായില്ലേ നിന്റെ അങ്കിളിനെ ആന്റിയും കുറിച്ച് കേട്ടപ്പോ?
എടാ ദേവ പ്ലീസ്, നീ അവരൊക്കെ ശ്രദ്ധിച്ചു നോക്കും, വളരെ ഡിഫറെൻ്റ് ആയിട്ട് അവർ പെരുമാറുന്നത്. എന്തോ ഇവിടെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്നുകൂടി ചോദിച്ചു നോക്കാടാ. അശ്വിൻ ഇങ്ങനെ പെരുമാറുന്ന ആളെയല്ല. അല്ല, നീ ഇത് അങ്ങോട്ട് നോക്കിയേ, ചോര ഫ്ലോറില്. അപ്പോ അശ്വിൻ ആ ആ അയ്യോ അശ്വിൻ അശ്വിൻ ഡാ ആടി നോക്കി, എന്താ പറ്റിയത്? ചോര വരുന്നുണ്ടല്ലോ. നിങ്ങൾ പോയില്ലേ? നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിങ്ങളിവിടെ നിൽക്കുന്നതോറും നിങ്ങളുടെ ജീവൻ ആപത്താ. പോവാൻ നോക്ക്. അശ്വിൻ തന്നെ സഹായിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. എന്നാലും തൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഞങ്ങളുടെ സഹായം തനിക്ക് വേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് ജീവനെ വലിയ പേടിയൊന്നുമില്ല. ഞങ്ങൾ ചെയ്യുന്ന ജോലിയും ഇത്തിരി റിസ്ക് കൂടിയ തന്നെയാണ്. അഡ്വക്കേറ്റ്മാർ, അതും ക്രിമിനൽ ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നമുള്ളത് തന്നെയാണ്. താൻ പേടിക്കണ്ട. തനിക്ക് എന്താ പ്രശ്നമുള്ള വെച്ചാൽ തുറന്ന് പറയും. ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ എന്തായാലും സഹായിക്കും. ദശ ദേവ, എൻ്റെ മാമനും മാമി എവിടെയാണ്, ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അശ്വിൻ വാട്ട്? അതെ, അവരിപ്പോൾ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ജീവനിൽ പേടിയില്ല, എന്നെ സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു സഹായം മാത്രം ചെയ്യൂ ദേവ. നിന്നെക്കൊണ്ട് മാത്രമേ അത് പറ്റൂ. അശ്വിൻ, ഞാൻ എങ്ങനെ സഹായിക്കുന്നത്? പോലീസിൽ ഇവരെ അറിയിക്കണോ? എനിക്ക് പോലീസിൽ മാത്രമല്ല പാർട്ടിയിലും നല്ല പിടിപാടുണ്ട്. ഞാൻ അവിടെയും പ്രഷർ കൊടുക്കാം നിന്റെ മാമനും മാമിയും കണ്ടുപിടിക്കാൻ. എൻ്റെ മാമനും മാമിയും കണ്ടുപിടിക്കാൻ നീ എത്ര പ്രഷർ കൊടുത്താലും കഴിയില്ല. ഞങ്ങൾ ചെന്ന് പെട്ടിരിക്കുന്ന നിസ്സാരമായൊരു കളിയിലല്ല, ജീവൻ തിരിച്ച് കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ള ഒരു കളിയത്. ദേവ പ്ലീസ്, നീ എന്നെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു സഹായം മാത്രം. എൻ്റെ സാധനം ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകും. നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാം. എൻ്റെ സ്വത്ത് മുഴുവൻ നിൻ്റെ പേരിൽ എഴുതി വയ്ക്കാം. ഒരേ ഒരു ഉപകാരം മാത്രം നീ എനിക്ക് ചെയ്തു തന്നാൽ മതി. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കൂടെ സാധനം ഉണ്ടാവണം. അതും അവൾ പോകേണ്ടത് നിന്റെ ഭാര്യയായിട്ടായിരിക്കണം. വാട്ട് ആർ യു ജോക്കിംഗ്? ഭാര്യയോ?